ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡയറ്റ് പ്ലാനിൻ്റെ സെക്കൻഡ് ഡേത്തും അതേപോലെ തേർഡ് ഡേത്തും ഉള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സെക്കൻഡ് ഡേത്താണ് കാണിക്കുന്നത്. സെക്കൻഡ് ഡേ എല്ലാ ദിവസവും പോലെ തന്നെ രാവിലെ ഗ്രീൻ ടീ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് കഴിക്കാം. മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പുഴുങ്ങിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കറി ഒഴിച്ചോ കഴിക്കാൻ പറ്റും കേട്ടോ. അതും ഗ്രീൻ ടീ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്കൊരു 10 മണി സമയത്ത് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൂപ്പ് ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ ദിവസവും കഴിക്കാവുന്ന സൂപ്പ്, ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള സൂപ്പ് കഴിക്കാം. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ വയറ് നിറച്ചിട്ട് ഉപ്പേരിയോ അല്ലെങ്കിൽ സാലഡ് കഴിക്കാം. ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ ക്യാബേജിൻ്റെ തോരനോ അല്ല തോരൻ പറ്റില്ല, ഉപ്പേരി പറ്റുള്ളൂ. തേങ്ങയുടെ അംശങ്ങളൊന്നും പാടില്ല കേട്ടോ. വെറും ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയിൽ കടകിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വറവിടാം. അല്ലാതെ പിന്നെ തേങ്ങ ഇട്ടിട്ട് തോരനായിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പിന്നെ അതിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേബേജും അതുപോലെ ഉള്ളിയും കുക്കുംബറൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് സാലഡായിട്ട് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ ഇന്ന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് തണ്ണിമത്തൻ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ പുർത്തുകാല് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ കഴിക്കാം. ആപ്പിൾ ഒരെണ്ണം കഴിക്കാം. അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം. ഇത് പുർത്തുകാലും ആപ്പിളും തണ്ണിമത്തനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കാം. ആപ്പിൾ ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഓറഞ്ചും തണ്ണിമത്തനും നമുക്ക് വിശക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നൈറ്റിൽ നമുക്ക് ഡിന്നറായിട്ട് സാലഡാണ് കഴിക്കേണ്ടത്. ഉച്ചക്ക് ഉപ്പേരി കഴിക്കുമ്പോൾ നൈറ്റിൽ സാലഡ് കഴിക്കാം. അപ്പോൾ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഫ്രൂട്ട്സ് ആപ്പിള് അതുപോലെ ഓറഞ്ച് പിന്നെ അതുപോലെ ഇതുണ്ടല്ലോ ഉറുമാമ്പഴം അങ്ങനെയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. ഗ്രീൻ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ഡേ അതായത് 3-ാമത്തെ ദിവസത്തെ ഫുഡ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്ന ഒരു ഫുഡുമില്ല. ഒക്കെ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമാണ് ഇന്നത്തെ ഫുഡ്. രാവിലെ ഗ്രീൻ ടീ കഴിക്കാം. പിന്നെ രാവിലെ പ്രഭാത ഭക്ഷണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ആപ്പിളാണ് കഴിക്കേണ്ടത്. ഈ ഒരു ആപ്പിൾ ഒരെണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് രാവിലെ കഴിക്കുക. പിന്നെ വേണ്ടത് കുക്കമ്പർ, കസ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് സാലഡായിട്ട് കഴിക്കാം ഉച്ചക്കും രാത്രിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെറുനാരങ്ങ ഉപ്പിട്ട് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ സൂപ്പിൻ്റെ കാര്യം, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ വേണ്ടത് രാത്രി മഞ്ഞൾപ്പാൽ കുടിക്കാൻ മറക്കണ്ട. ഒന്നെങ്കിൽ പാലിൽ മഞ്ഞൾ ചേർത്തിട്ട് കുടിക്കാം. ഒരു 1/2 ഗ്ലാസ് പാലിൽ മഞ്ഞൾ ചേർത്തിട്ട് കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ സാലഡും കഴിക്കാനായിട്ടില്ല. എല്ലാ ദിവസവും പിന്നെ 1/2 ഗ്ലാസ് പാലിൽ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പാൽ കുടിക്കാൻ മടിയുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ, ഉരുട്ടിയിട്ട് വീങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വയറ് നിറച്ചിട്ട് സാലഡ് കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സിൽ രാവിലെ മാത്രം ഒരു ആപ്പിൾ കഴിക്കാം. പിന്നെ ബുർത്തുക്കാൽ, ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം. പിന്നെ പേരക്ക അതുപോലെ പിയർ അതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കേട്ടോ. ഗ്രീൻ ആപ്പിൾ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ മതി. അതിൽ മുന്തിരി, ഉറുമാമ്പഴം, അതേപോലെ ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടിടാൻ പറ്റും. പിയർ, അത് നമ്മുടെ വീട്ടിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് അങ്ങനത്തെ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇന്ന് വെച്ചിട്ട് സപ്പോട്ട, മാങ്ങ, ചക്ക അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊന്നും കഴിക്കരുത് കേട്ടോ. അതിലൊക്കെ ഓവറായിട്ട് ഷുഗറുള്ള ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റ് പ്ലാനിനെ ബാധിക്കും. അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. മധുരം കുറവുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം. അതായത് കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സുകൾ. പേരക്ക കഴിക്കാൻ പറ്റും, ഒരെണ്ണം കഴിക്കാൻ പറ്റും. ഗ്രീൻ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള മുന്തിരി, അത് പിന്നെ സ്ട്രോബെറി അങ്ങനത്തെ പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ബെറി പഴങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസത്തെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നെ നന്ദി, നമസ്കാരം.